നവംബർ 1 ശനിയാഴ്ച. മത്തായി 5:1-12 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ സ്വർഗത്തിൽ പ്രവേശിച്ച എല്ലാ സ്ത്രീ പുരുഷന്മാരെയും ബഹുമാനിക്കുന്ന സകല വിശുദ്ധരുടെ തിരുനാളാണ്. ഈ വ്യക്തികൾ ദൈവത്തെ വിവിധ രീതികളിൽ ബഹുമാനിച്ചു. ആഴത്തിലുള്ള പ്രാർത്ഥനയിലൂടെയും നിഗൂഢമായ ഐക്യത്തിലൂടെയും രക്തസാക്ഷിത്വത്തിലൂടെയോ മറ്റു തരത്തിലുള്ള മതപീഡനങ്ങളിലൂടെയോ അല്ലെങ്കിൽ ദരിദ്രരെ പരിപാലിക്കുകയും വിശ്വാസം പഠിപ്പിക്കുകയും ചെയ്തതുപോലുള്ള സേവന പ്രവൃത്തികളിലൂടെ അവർ ദൈവത്തെ ബഹുമാനിച്ചു. ചില വിശുദ്ധന്മാർ ശക്തരായ പ്രസംഗകരോ അത്ഭുത പ്രവർത്തകരോ ആയിരുന്നു. മറ്റുള്ളവർ സഭാ നേതാക്കളായിരുന്നു. ചിലർ ആരുമറിയാതെ ജീവിച്ചു. മറ്റു ചിലർ പ്രവാസം അനുഭവിക്കുകയോ അവരുടെ വിശ്വാസത്തിനായി ഗണ്യമായ വ്യക്തിപരമായ ത്യാഗങ്ങൾ ചെയ്യുകയോ ചെയ്തു. പല വിധത്തിൽ ഈ വിശുദ്ധന്മാർ അവരുടെ ജീവിതകാലത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. വിശുദ്ധരെ ബഹുമാനിക്കുന്നതിലൂടെ അവരുടെ ജീവിതത്തിലൂടെ നാം ദൈവത്തെ ബഹുമാനിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അവരെ ബഹുമാനിക്കുന്നതിലൂടെ അവരെ വിശുദ്ധരാക്കിയവനെ നാം ബഹുമാനിക്കുന്നു. ഇന്നത്തെ ഈ ആഘോഷം സ്വർഗത്തിൻ്റെ നിത്യ തിരുനാളിൻ്റെ ഒരു മുന്നോടിയാണ്. വിശുദ്ധന്മാരെ ബഹുമാനിക്കുന്നത് അല്ലെങ്കിൽ വിശുദ്ധന്മാർ നേടിയ വിശുദ്ധിയെ പിന്തുടരാൻ ഭൂമിയിലുള്ള നമുക്ക് ഓരോരുത്തർക്കും ഒരു മാതൃകയായി മാറുന്നു. വിശുദ്ധന്മാർ നമുക്ക് ഒരു മാതൃകയാണ്. അവരുടെ ജീവിതം എങ്ങനെ വിശുദ്ധി പ്രാപിക്കാം എന്ന പുസ്തകമാണ്. സ്വർഗത്തിൽ നിന്ന് വിശുദ്ധന്മാർ ഭൂമിയിൽ നമുക്കായി ശക്തരായ മധ്യസ്ഥരായി മാറുന്നു. മാലാഖമാരുടെയും വിശുദ്ധന്മാരുടെയും മധ്യസ്ഥത ഉപയോഗിക്കാതെ തന്നെ ദൈവത്തിന് നമ്മോട് നേരിട്ട് ഇടപെടാൻ കഴിയുമെന്നത് സത്യമാണ്. എല്ലാ കൃപയുടെയും ആദ്യകാരണവും ഉറവിടവുമായി അവൻ എപ്പോഴും തുടരുന്നു. അതേസമയം ദ്വിതീയ കാരണങ്ങൾ ഉപയോഗിക്കാൻ ദൈവം തീരുമാനിച്ചു. ദൈവം തൻ്റെ കൃപയ്ക്ക് മധ്യസ്ഥത വഹിക്കാൻ തിരഞ്ഞെടുത്ത വ്യക്തികളാണ് വിശുദ്ധന്മാരും മാലാഖമാരും. അതിനാൽ നാം അവരുടെ മധ്യസ്ഥതയിൽ ആശ്രയിക്കുന്നു. അങ്ങനെ ചെയ്യുന്നത് ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ്. അതിലൂടെ വിശുദ്ധന്മാരെയും മാലാഖമാരെയും ദൈവത്തിൻ്റെ ഉപകരണങ്ങളായി കാണാം. ഇന്നത്തെ തിരുനാളിൻ്റെ വേരുകൾ സഭയുടെ ആദ്യകാലങ്ങളിലാണ്. പുതിയ നിയമ കാലഘട്ടത്തിൽ പോലും വിശ്വാസികളുടെ സമൂഹം രക്തസാക്ഷികളെ ആദരിച്ചിരുന്നു. ആദ്യത്തെ രക്തസാക്ഷിയായ ഡീക്കൻ വിശുദ്ധ സ്റ്റീഫനിൽ തുടങ്ങി സഭയുടെ ആ 1-ാം നൂറ്റാണ്ടിലെ റോമൻ ചക്രവർത്തിമാരുടെ കൈകളാൽ ധാരാളം പേർ പീഡനവും മരണവും അനുഭവിക്കാൻ തുടങ്ങി. സഭ അവരുടെ മരണങ്ങളെ ആദരിച്ചു. 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 313 ക്രിസ്തുമതം നിയമവിധേയമാക്കിയതിനു ശേഷം അദ്ദേഹം തന്നെ ഒരു ക്രിസ്ത്യാനിയായി മാറുകയും രക്തസാക്ഷികൾക്കായി പള്ളികളും സ്മാരകങ്ങളും നിർമ്മിക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ രക്തസാക്ഷികളോടുള്ള ഭക്തി തഴച്ചു വളരാൻ തുടങ്ങി. അവരുടെ ശവകുടീരങ്ങൾ ദേവാലയങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും പ്രാർത്ഥനാലയങ്ങളുമായി മാറി. AD 731 നവംബർ 1-ാം തീയതി ഗ്രെഗറി 3-ാമൻ പോപ്പ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്കുള്ളിൽ അപ്പോസ്തലന്മാർ, രക്തസാക്ഷികൾ, കുമ്പസാരക്കാർ, ലോകമെമ്പാടുമുള്ള എല്ലാ വിശുദ്ധരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടി ഒരു പ്രത്യേക അൾത്താര സമർപ്പിച്ചു.
844 ഗ്രെഗറി നാലാമൻ മാർപ്പാപ്പ നവംബർ 1 ആഘോഷം മുഴുവൻ സഭയിലേക്കും വ്യാപിപ്പിച്ചു. 1484 സിക്സ്റ്റസ് നാലാമൻ മാർപ്പാപ്പ നവംബർ 1 മുഴുവൻ സഭയ്ക്കും ഒരു വിശുദ്ധ ദിനമായി പ്രഖ്യാപിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്വർഗത്തിലുള്ള എല്ലാ വിശുദ്ധരെയും നാം ബഹുമാനിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലായിരിക്കാൻ നമ്മളും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുത ഓർക്കുക. ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം വിശുദ്ധരാകുന്നു എന്നതാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിത്യജീവിതത്തിൻ്റെ മഹത്വീകരണത്തിന് നിദാനം. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.